ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് എല്ലാ ദിവസവും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറേ അധികം റീസൺസ് പറയുന്നുണ്ട്. ട്രംപിൻ്റെ താരിഫ് അത് ഇത് അല്ലെ, കുറേ അധികം റീസൺസ് പറയുന്നുണ്ട്. പിന്നെ Q1 റിസൾട്ട്സ് അല്ലെ, ഈ പ്രാവശ്യം വന്നിരിക്കുന്ന Q1 റിസൾട്ട്സ് ഒക്കെ അത്ര വലിയ അടിപൊളിയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഇതിലും മോശമായിരുന്നു കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടറിലുള്ള അവസ്ഥ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്ററാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാലും റിസൾട്ട്സ് മോശമായിരുന്നു. അപ്പം കുറേ റീസൺസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ റീസൺസിലൊക്കെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീസൺസ് നമ്മൾ തേടി പോകുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം മാർക്കറ്റ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന സൈക്കിൾ ആ ഒരു രീതിയിലുള്ളതായതുകൊണ്ടാണ്. മാർക്കറ്റിന് വ്യത്യസ്ത സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ സൈക്കിൾ പ്രകാരം ഇപ്പം ഒരു സൈഡ് വേസ് ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൈഡ് വേസ് ട്രെൻഡിൽ ഈ രീതിയിൽ തന്നെയാണ് സാധാരണ ഉണ്ടാവാറ്. സൈഡ് വേസ് ട്രെൻഡ് ഏകദേശം ഒരു വർഷത്തിനടുപ്പിച്ചൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യവും ആ ഒരു വർഷം വരെ ഈ രീതിയിൽ തന്നെ മാർക്കറ്റ് മുന്നോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ ഈ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സൈഡ് വേസ് ട്രെൻഡിൽ നമുക്ക് കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ. നമുക്കിപ്പം എന്ത് കാരണത്താൽ മാർക്കറ്റ് ഇടിഞ്ഞു എന്നുള്ളതിന് പകരം നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? മാർക്കറ്റ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്ക സ്റ്റോക്കുകളും നല്ല ചീപ്പ് വാല്യുവേഷൻസിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്തും എങ്ങനത്തെ സ്റ്റോക്ക് മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ? ഭാവിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്, എന്നെങ്കിലും മാത്രമേ നമ്മുടെ ഷെയർ പ്രൈസിൽ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? ഇപ്പം നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന കമ്പനികൾ നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭാവിയിൽ ഗ്രോത്ത് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്, ഇപ്പം അത്യാവശ്യം മോശമായിരിക്കും അവരുടെ റിസൾട്ട്സ് ഒക്കെ, പക്ഷേ അവരുടെ വേഴ്സ്റ്റ് സിനാരിയോ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. വേഴ്സ്റ്റ് സിനാരിയോ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോ ഫിനാൻസ് സെക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വേഴ്സ്റ്റ് സിറ്റുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് നല്ല സിറ്റുവേഷനാണ് അല്ലെ, നല്ല കാര്യങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ കുറേയധികം സൈക്ലിക്കൽ സ്റ്റോക്സ് ഒക്കെ ഇപ്പം നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വളരെ ചീപ്പ് വാല്യുവേഷൻസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ആ ഒരു സൈക്ലിക്കൽ സെക്ടറിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷൻ കഴിഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും ഈ സമയത്ത്. അങ്ങനെയുള്ള സ്റ്റോക്സ് ഒക്കെ നമ്മളിപ്പം പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-2.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ കണ്ണും പൂട്ടി കുറേ സ്റ്റോക്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഗ്രോത്ത് ഉണ്ടായിരിക്കണം കേട്ടോ, അത്യാവശ്യം നല്ല കമ്പനി ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ ക്യാപിറ്റൽ 2 ഇരട്ടിയെങ്കിലും മിനിമം ആവാനുള്ള ചാൻസ് ഉണ്ട് ഒരു 2 വർഷത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇപ്പം അത് മനസ്സിലാവില്ല. കാരണം എന്താ? കാരണം ഇപ്പം ഫുൾ ഇടിച്ചിലല്ലേ, എല്ലാ ദിവസവും മാർക്കറ്റ് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വരുവാണ് അല്ലേ. കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പല സ്റ്റോക്കുകളിലും. അതൊക്കെ എന്ത് സംഭവിച്ചു? വീണ്ടും പഴയ ലെവലിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയ പൊസിഷനിലേക്ക് തന്നെ പല സ്റ്റോക്സും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സിറ്റുവേഷൻ അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് അല്ലെ, ആ ഒരു കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റോക്ക് പ്രൈസിൽ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? മാർക്കറ്റിൻ്റെ ഈ ഒരു കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സൈക്കിൾ ആ ഒരു ലെവലിൽ നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ഈ സൈക്കിൾ എന്തായാലും മാറും അല്ലെ, കുറച്ച് കാലത്തേക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പം ഇപ്പം എത്രത്തോളം നല്ല രീതിയിൽ ഇടിയുന്നോ അത്രത്തോളം നമുക്ക് ഗുണമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. നമ്മുടെ കൊറോണ ക്രാഷൻ ടൈമിലൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെവലിലൊന്നും എന്തായാലും ഇപ്പം കറക്റ്റ് ചെയ്യില്ല. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ട്രിഗർ ഇപ്പം മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ആ ലെവലിലേക്കൊന്നും കറക്റ്റ് ചെയ്യില്ല. പക്ഷേ എത്രത്തോളം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പം തന്നെ മാർക്കറ്റ് തിരിച്ച് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ട് അങ്ങനെ കയറി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് എന്തായാലും കുറവാണ്. കുറച്ച് കാലം എന്തായാലും ഈ ഒരു ട്രെൻഡിൽ തന്നെയായിരിക്കും പോവുക. ഒരു ഈ അവസാനത്തോടു കൂടെയൊക്കെ കമ്പനീസും നല്ല രീതിയിലുള്ള റിസൾട്ട്സ് കൊണ്ടുവരും. അതിനനുസരിച്ച് നമ്മുടെ ഷെയർ പ്രൈസും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മുകളിലോട്ട് കയറിപ്പോവും അല്ലെ. ഈ ഫേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഫേസാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു ഫേസ് വരെ എല്ലാവരും ഭയങ്കര ക്ഷമയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോകണം. ഇപ്പോൾ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പൊസിഷൻസൊക്കെ ബിൽഡ് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ബിൽഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴത്തോട്ടേക്ക് ഇടിഞ്ഞ് ഷെയർ പ്രൈസ് പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് നല്ലതാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി എടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.